ദൈവത്തിന് സ്തുതി. കർത്താവിൽ വാത്സല്യമുള്ളവരെയും ഈ വലിയ നോയമ്പ് കാലയളവിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സേക്രഡ് മ്യൂസിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ തുടർച്ചയായി ഈ നോമ്പ് കാലത്ത് നടത്തപ്പെടുന്ന ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ ദൈവവചനത്തിൻ്റെ പ്രഘോഷണത്തിൽ എനിക്ക് പങ്കാളിയാകുവാനിടയാകുന്നതിൽ ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. നോമ്പ് വേർതിരിക്കപ്പെടുന്ന ആളുകളാണ്. 9 നോയമ്പ് സഭയായി നാം ആചരിച്ചു വരുന്നു. കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ആളുകളാണല്ലോ. ദ പാഷൻ ഓഫ് ക്രൈസ്റ്റ്, ദ സഫറിങ് ഓഫ് ക്രൈസ്റ്റ്. ഈ നോമ്പാചരണത്തിലൂടെ നാം ദൈവത്തോടും സഹജീവികളോടും ദൈവത്തിൻ്റെ എല്ലാ സൃഷ്ടിയോടും നാം കൂടുതൽ അടുക്കുക എന്നുള്ളതാണ് പൂർവികന്മാർ നമ്മളെക്കുറിച്ചൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളതും നാം ഇന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ വർഷത്തെ നോമ്പാചരണത്തിലൂടെ അത് വർജനത്തിലൂടെയാകാം, ത്യാഗത്തിലൂടെയാകാം, ആരാധനയിലൂടെയാകാം, ദൈവവചനത്തിൻ്റെ മനനത്തിലൂടെയാകാം, നാമും ദൈവവുമായിട്ടുള്ള ബന്ധം, നാമും നമ്മളുടെ സഹജീവികളുമായിട്ടുള്ള ബന്ധം, പ്രകൃതിയോടുള്ള ബന്ധമൊക്കെ ഒന്നുകൂടെ സുദൃഢമായി തീരുവാൻ ഇടയാകട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കർത്താവിൻ്റെ ജനനത്തോട് ചേർന്ന ഒരു നോയമ്പ് സഭയായി ആചരിക്കുന്നതാണൊരു ആഗമന കാലം, 25 നോയമ്പ്. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ഈ 50 നോയമ്പ്. 50 നോയമ്പിൽ ഓരോരോ ദിവസങ്ങൾ പ്രത്യേകമായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് 40-ാം വെള്ളിയാഴ്ച എന്ന് പറഞ്ഞ് നാം സഭയായി വേർതിരിക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള ഭാഗങ്ങളാണല്ലോ. ഇവിടെ കർത്താവിൻ്റെ പരീക്ഷയാണ്. കർത്താവ് മരുഭൂമിയിൽ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട വലിയ സംഭവമാണ് ഈ വേദഭാഗത്തെ പ്രതിപാദിച്ചിരിക്കുന്നത്. ദി ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. കർത്താവ് പരീക്ഷിക്കപ്പെടുന്നു. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലെ 3 അവസ്ഥകൾ, 3 ആവശ്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. 1, എ ലോങ്ങിങ് ഫോർ പ്ലഷർ. 2, എ ലോങ്ങിങ് ഫോർ പൊസഷൻ. 3, എ ലോങ്ങിങ് ഫോർ പൊസിഷൻ. യേശു കർത്താവ് മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി യേശു കർത്താവിന് വിശക്കുന്നു. വിശപ്പ് മനുഷ്യൻ്റെ ബേസിക് നെസസിറ്റിയാണ്, നീഡാണ്. ഏത് മനുഷ്യനും വിശക്കും. അവന് ശാരീരികമായ ആവശ്യമാണ് വിശപ്പിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളത്. എന്നാൽ അത് മനുഷ്യൻ്റെ നിലനിൽപ്പിനും സഹായകരം മാത്രമല്ല, അവൻ്റെ ഉല്ലാസത്തിനുമൊക്കെ വിശപ്പിൻ്റെ പരിഹാരം കാരണമായിട്ട് തീരുന്നുണ്ട്. ദി ഫിസിയോളജിക്കൽ നീഡ് എല്ലാ മനുഷ്യൻ്റെയും അടിസ്ഥാന ആവശ്യമാണ്. എന്നാൽ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുക ഈ പശ്ചാത്തലത്തിലാണ് യേശു കർത്താവ് ഇവിടെ പരീക്ഷിക്കപ്പെടുന്നത്. സാത്താനാൽ കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്കുന്നതായി കാണുന്നു. ഏത് വിധേനയും ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതോ, ഏത് വിധേനയും ജീവിതത്തിൽ ചിലപ്പോൾ ഉല്ലാസങ്ങൾ, അല്പം സുഖലോലുപത അനുഭവിക്കണം എന്നുള്ള വാഞ്ചയൊക്കെ എല്ലാ മനുഷ്യരും നേരിടുന്ന ഒരു പരീക്ഷയാണ്. ആ പരീക്ഷ യേശു കർത്താവ് അതിജീവിക്കുന്നതായി കാണുന്നു. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വചനങ്ങൾ കൊണ്ടുകൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന്. അതുകൊണ്ട് ഏത് മാർഗത്തിലൂടെയും ജീവിതത്തിൽ ഉല്ലാസങ്ങൾ നേടാം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളിനും ഇതൊരു പാഠമാണ്. നേരായ മാർഗത്തിൽ കൂടെ മാത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യനെ ഉല്ലസിക്കുന്നതിലോ, മനുഷ്യനെ ആഹ്ലാദിക്കുന്നതിലോ, മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നതിലോ ഒരിക്കലും ദൈവം എതിരല്ല എന്ന് നാം മനസ്സിലാക്കുന്നു. അതൊക്കെ മനുഷ്യൻ്റെ ആവശ്യമാണ്. എന്നാൽ അതിന് നാം അവലംബിക്കുന്ന മാർഗം വളരെ പ്രധാനപ്പെട്ടതാണ്. ഉല്ലാസങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയല്ല, പിന്നെയോ ദൈവത്തിൻ്റെ അനുഗ്രഹമായ ഉല്ലാസങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ
അത് സ്വീകരിക്കുക മാത്രമാണ് കരണീയമായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്ലഷർ അല്ലെങ്കിൽ ഉല്ലാസം, ഇതിനെയൊക്കെ ദൈവകൃപയിൽ ആശ്രയിച്ചിട്ട് അതിജീവിക്കുവാൻ നമുക്ക് കഴിയണം. 2, പൊസഷൻ, സമ്പത്ത് നേടുക, സമ്പത്ത് ആർജിക്കുക എന്ന ആർജവൽക്കരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അക്യൂമുലേറ്റ്, ആവശ്യത്തിലധികമായി ആഗ്രഹങ്ങൾ നിവർത്തിക്കപ്പെടുകയല്ല, ആവശ്യങ്ങൾ നിവർത്തിക്കപ്പെടുകയല്ല, പിന്നെ അതിലൊക്കെ ഉപരിയായി അത്യാഗ്രഹങ്ങളും അനാവശ്യങ്ങളും ഒക്കെ നിറവേറ്റപ്പെടണമെന്നുള്ള ആഗ്രഹം ഇന്ന് മനുഷ്യന് സ്വാഭാവികമായി വർദ്ധിച്ചു വരികയാണ്. തൻ്റെ ആവശ്യത്തിലധികമായിട്ടുള്ളത് കൂട്ടിവെക്കുക. എല്ലാ മനുഷ്യർക്കും ആവശ്യമായ വിഭവങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. എന്നാൽ പലപ്പോഴും നമുക്ക് ആവശ്യത്തിലുള്ളത് നമ്മൾ കൂട്ടിവെക്കുമ്പോൾ മറ്റൊരുവൻ്റെ അർഹമായത് നമ്മൾ നിഷേധിക്കുകയാണ്. ഇവിടെ സാത്താൻ യേശു കർത്താവിനെ ഉയർന്ന ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ കൊണ്ടുപോയി പറയുന്നുണ്ട്, നീ താഴെയൊക്കെ എടുത്ത് ചാടുക, ദൈവപുത്രനെന്ന് മറ്റുള്ളവർ അറിയുക. പൊസിഷൻ, സ്ഥാനമാനങ്ങൾ, അതും എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ്. യേശു ദൈവപുത്രനാണ് എന്നുള്ള സത്യം യേശു കർത്താവിന് അറിയാം. എന്നാൽ അത് ലോകം അറിയേണ്ടതിന് അത് പരസ്യപ്പെടുത്തുക എന്നുള്ളതാണ് സാത്താൻ ഉദ്ദേശിക്കുന്നത്. ലെറ്റ് അതേഴ്സ് നോ ദാറ്റ് ഐ ആം സംതിങ്, ഐ ആം ദ സൺ ഓഫ് ഗോഡ്. ഇന്ന് അധികാരമുള്ള പലരെയും ഈ അധികാര ഭ്രമം ബാധിച്ചിരിക്കുകയാണ്. യേശു കർത്താവ് അവിടെയും അതിനെ അതിജീവിക്കുന്നതായി കാണുന്നു. നിരുദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്കുന്നു. 3 ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് മനുഷ്യൻ്റെ പ്ലഷർ, മനുഷ്യൻ്റെ സമ്പത്തിന് വേണ്ടിയുള്ള അമിതമായിട്ടുള്ള വാഞ്ച, മനുഷ്യൻ്റെ അധികാരത്തോടുള്ള അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളോടുള്ള മനുഷ്യൻ്റെ അമിതമായിട്ടുള്ള വാഞ്ച, ഇതിനെയെല്ലാം യേശു കർത്താവ് അതിജീവിക്കുന്നതായി കാണുന്നു. ഈ നോയമ്പ് കാലത്ത് 40-ാം വെള്ളിയാഴ്ചത്തിൽ ആരാധനയിലൊക്കെ നമ്മൾ സംബന്ധിക്കുമ്പോൾ ഇറ്റ്സ് എ ടൈം ഓഫ് ഇൻട്രോസ്പെക്ഷൻ. ആർ വി ലോങ്ങിങ് ഫോർ ടു മച്ച് പ്ലഷേഴ്സ് ഇൻ അവർ ലൈഫ്, ഓർ ആർ വി ഏബിൾ ടു സേ ഇനഫ് ഈസ് ഇനഫ്? മതി എന്ന് വെക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ വീണ്ടും വീണ്ടും ഉല്ലാസങ്ങൾ തേടി ക്രമം വിട്ട മാർഗത്തിലൂടെ ഉല്ലാസങ്ങൾ തേടുവാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ? അതിന് വിട പറയുവാൻ ഈ ദിവസങ്ങളിലെ നമ്മുടെ ധ്യാനം മുഖാന്തരമായി തീരട്ടെ. അധികാരത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താകുന്നു? ഓർ പൊസിഷൻസ് ഇൻ ലൈഫ് വേണ്ട എന്ന് പറയുവാൻ, അല്ല എങ്കിൽ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യാതിരിക്കുവാനെങ്കിലും നമുക്ക് കഴിയണം. ഇന്ന് രാഷ്ട്രീയ തലങ്ങളിലും ആഗോള തലത്തിലുമൊക്കെ അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയിൽ എത്രയോ ജീവിതമാണ് ബലി കഴിക്കപ്പെടുന്നത്. എവിടെയെല്ലാം മറ്റുള്ള മനുഷ്യർ അപമാനിക്കപ്പെടുന്നു, അപഹസിക്കപ്പെടുന്നു. സ്ഥാനമാനങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ബോധ്യവും ഏതവസരവും ഇതിനൊക്കെ ഒരു അന്തമുണ്ടെന്നുള്ള തിരിച്ചറിവും ഇതിനോടുള്ള അമിതമായ വാഞ്ചയ്ക്ക് നമുക്ക് തടസ്സമായി തീരാം എന്നുള്ള യാതൊരു സംശയമില്ല. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ 40-ാം വെള്ളിയാഴ്ചത്തെ ധ്യാനത്തിലൂടെ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പുനർചിന്തനം ചെയ്യുവാൻ, ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ, എവിടെയെങ്കിലും ഉല്ലാസത്തിന് വേണ്ടി, എവിടെയെങ്കിലും അമിതമായ ധനം ആർജിക്കുന്നതിന് വേണ്ടി, സമ്പത്ത് ആർജിച്ച് കൂട്ടിവെക്കുന്നതിന് വേണ്ടി, എവിടെയെങ്കിലും എനിക്ക് ലഭ്യമായിരിക്കുന്ന എൻ്റെ പദവികളോ എൻ്റെ സ്ഥാനമാനങ്ങളോ ദുരുപയോഗം ചെയ്യുവാൻ എനിക്കിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കാം. പരീക്ഷകളെ അതിജീവിച്ച കർത്താവ് നമുക്കൊരു മാതൃകയായിരിക്കട്ടെ. കർത്താവിന് ഉണ്ടായ പരീക്ഷ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൊക്കെ ഏത് അവസരവും ഉണ്ടാകാം. എന്നാൽ ഈ പരീക്ഷകളെയൊക്കെ നേരിട്ട് യേശു കർത്താവ് തിരുവചനത്തിലൂടെയും ദൈവാശ്രയത്തിലൂടെ പരീക്ഷകളെ നേരിട്ട് ആത്മാവിനാൽ നയിക്കപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതങ്ങളിൽ ഈ ലോകം നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്ന എല്ലാ പ്രലോഭനങ്ങളെ അതിജീവിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള നാളുകളിലെ നമ്മുടെ നോമ്പ് ആരാധനകളൊക്കെ അനുഗ്രഹകരമായി തീരട്ടെ. ഉയർപ്പിൻ്റെ ശക്തി നമ്മളെ നിരന്തരം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.